നമ്മുടെ കേന്ദ്ര സർക്കാർ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ടിന്റെ ഒരു നിയമ ഭേദഗതി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് എല്ലാ ആൾക്കാരെയും ഒരേപോലെ തന്നെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ജാതി മത പരിഗണനകളൊന്നും തന്നെ ഇല്ല. 3 പ്രധാനപ്പെട്ട തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ദേശീയ സുരക്ഷയാണ്, നാഷണൽ സെക്യൂരിറ്റി. രണ്ടാമത്തേത് ദേശീയ താല്പര്യമാണ്, നാഷണൽ ഇൻട്രസ്റ്റ്. മൂന്നാമത്തേത് പബ്ലിക് ഓർഡറാണ്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു വർഷം ഏതാണ്ട് 16,000 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 22,000 കോടി രൂപയാണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വലിയ തുകയാണ്. ആ തുക കൃത്യമായി അക്കൗണ്ടബിലിറ്റിയോട് കൂടി തന്നെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ അത് സമാഹരിക്കുന്നത് അതിന് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് സർക്കാരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ ദേശ സുരക്ഷയെയോ ദേശീയ താല്പര്യത്തിനെയോ നമ്മുടെ പൊതുവായിട്ടുള്ള ക്രമസമാധാനത്തിനെയോ ഒന്നും തന്നെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിലാണ് ഈ പണം വിനിയോഗിക്കുന്നത്, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് അത് ഉപയോഗിക്കുന്നില്ല എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ധാരണ, ബോധ്യം അത് കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ കൂടെ സുരക്ഷയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വിദേശത്ത് നിന്ന് പണം സമ്പാദിക്കുന്നതിനും അത് ഇവിടെ കൈകാര്യം ചെയ്യുന്നതിനും അതിനെ ഇവിടെ അസറ്റുകളാക്കി മാറ്റുന്നതിനും ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു FCRA ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇനി ലൈസൻസ് റിന്യൂവലിന് വേണ്ടി വരുന്ന സമയത്ത് 6 മാസം മുമ്പ് തന്നെ നമുക്കത് റിന്യൂവലിനുള്ള അപേക്ഷ കൊടുക്കാം. ആ സമയത്ത് അപേക്ഷ പെൻഡൻസിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും നമ്മുടെ ലൈസൻസ് റദ്ദാക്കുകയില്ല. ഒരു തരത്തിലും ഈ ലൈസൻസിനെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ലൈസൻസ് ഹോൾഡർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അതിനെ സർക്കാർ ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത.